എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അക്കൗണ്ട് ഫോർ ആഹിറയുടെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1K ആയതിൻ്റെ സന്തോഷം ആദ്യം പങ്കുവെക്കേണ്ടത് നിങ്ങളോട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. വീഡിയോസ് വാച്ച് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ധൈര്യമായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് വരൂ. ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ബേബി നെയിംസ് ഏതെങ്കിലും ഒരേ ലെറ്റർ വെച്ച് തുടങ്ങുന്നതോ ഒരേ മീനിങ് ഉള്ളതോ അല്ല, മറിച്ച് ഒരു തീമുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നെയിംസിന്. നേച്ചർ, പ്രകൃതി, അള്ളാഹുവിൻ്റെ അതിവിശാലമായ അനുഗ്രഹങ്ങളിൽ ഒന്ന്. പ്രകൃതിയെ സ്നേഹിക്കാത്തവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാത്തവരും നമ്മുടെ ഇടയിൽ കുറവായിരിക്കും. പൂക്കളും പുഴകളും മഞ്ഞും മഴയും വെയിലും നിലാവും ഒരുപോലെ അണിയിച്ചൊരുക്കുന്ന നമ്മുടെ പ്രകൃതി. അതാണ് ഇന്നത്തെ നമ്മുടെ തീം. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട നല്ല മീനിങ്സ് വരുന്ന റെയർ ആയിട്ടുള്ള കുറച്ച് നെയിംസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ബോയ് നെയിംസും 10 ഗേൾ നെയിംസും ഉണ്ട് അതിൽ. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ?
അപ്പോൾ നേച്ചർ ഇൻസ്പയർഡ് നെയിംസ് എന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ചെയ്യാം. കാരണം പ്രകൃതിയോട് ബന്ധപ്പെട്ട നല്ല പേരുകൾ ഇനിയും ബാക്കിയാണ്. പക്ഷെ ചില പരിമിതികൾ കാരണം ഞാനത് ഉൾപ്പെടുത്താതിരുന്നു എന്ന് മാത്രം. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാത്സല്യത്തിൻ്റെ നിലാവ് വീശാനും സ്നേഹത്തിൻ്റെ മഴയായി പൊഴിയാനും സന്തോഷത്തിൻ്റെ സൂര്യോദയമാവാനും ഒക്കെ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. ആമീൻ. ഇനി നമുക്ക് ഇന്നത്തെ കോട്ട് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ പേരുകളുടെ തീം പ്രകൃതി ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് മറ്റാരും പറഞ്ഞതല്ല, നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളാണ്. സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പരിസ്ഥിതി ദിനത്തിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കോട്ടാണിത്. ഓരോ മനുഷ്യൻ്റെയും ആവശ്യം നിറവേറ്റാനുള്ളത് ഭൂമി നൽകുന്നുണ്ട്, എന്നാൽ ഓരോ മനുഷ്യൻ്റെയും അത്യാഗ്രഹം നിറവേറ്റാനുള്ളത് നൽകുന്നില്ല. കാലാവസ്ഥയിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകൃതി. നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. നമ്മളിൽ ആർക്കാണത് അറിയാത്തത്? എല്ലാം അറിഞ്ഞിട്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഓ അത് വേറെ ആരെങ്കിലും ചെയ്തോളും. നമ്മുടെ ആ ചിന്തയുണ്ടല്ലോ, ആ ചിന്ത അതാണ് ആദ്യം മാറ്റേണ്ടത്. പിന്നെ നമ്മുടെ പ്രവൃത്തികളും. ഈ അടുത്ത് വായിച്ചു കേട്ടൊരു മെസ്സേജാണ്. സെറ്റിങ്സിൽ പോയി ആ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കോ, ചൂട് സഹിക്കാൻ വയ്യാന്ന് സൂര്യനോട് പറഞ്ഞപ്പോൾ എൻ്റെ സെറ്റിങ്സ് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്ത മരങ്ങളൊക്കെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാന്ന് സൂര്യൻ മനുഷ്യനോട് പറഞ്ഞു അത്രേ. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പ്രാണവായു നൽകുന്നതാണോ മരങ്ങൾ ചെയ്യുന്ന തെറ്റ്? 4Gയുടെ വൈഫൈ സിഗ്നലൊക്കെയാണ് തന്നിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മരങ്ങൾ വേണമെങ്കിലും നടുവായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് മറ്റാരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സൂറത്ത് അൽ-കാഫിൽ അള്ളാഹു പറയുന്നു, ഭൂമിയാകട്ടെ നാം അതിനെ വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും കൗതുകമുള്ള എല്ലാ സസ്യവർഗങ്ങളും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹു അറിഞ്ഞു നൽകിയ അനുഗ്രഹം തന്നെയാണ്. ഇൻഷാ അല്ലാ അത് മനസ്സിലാക്കാനും നിലനിർത്താനും നമുക്ക് സാധിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് ഇന്നത്തെ അമേസിങ് കമൻ്റ് ആരുടേതാണെന്ന് നോക്കാം. അമേസിങ് കമൻ്റ് ആയിട്ട് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷെഹനാസ് ഇസ്ലാമിക് മീഡിയയിൽ നിന്നുള്ള ഒരു കമൻ്റാണ്. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ഇഷ്ടം ആ കമൻറ്റിനോട് എനിക്ക് തോന്നി. ഒരു വീഡിയോക്ക് മാഷാ അല്ലാ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മാഷാ അല്ലാണത്. ഇതുവരെ സൂപ്പർ നൈസ്, അടിപൊളി എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാഷാ അല്ലാ എന്നൊരു കമൻറ്റ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു വീഡിയോക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തായിട്ടല്ല ഷെഹനാസിത്ത, ഒരു സഹോദരിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ഞാൻ ഇത്താടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി. ശരിക്കും വോയിസ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാൻ എനിക്ക് പ്രചോദനമായത് ഇത്താടെ വീഡിയോ ആണ്. അങ്ങനെ മറ്റൊരു ചാനലെ റെക്കമെൻഡ് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്നറിയാം. എന്നാലും നമുക്ക് ഉപകാരപ്രദമായ ഇസ്ലാമികമായ ചെറിയ ചെറിയ അറിവുകളാണ് ഇത്താടെ വീഡിയോസിൻ്റെ കണ്ടന്റ് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിഷ്ടപ്പെട്ടു, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടാന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ഷെഹനാസ് ഇസ്ലാമിക് മീഡിയയിലെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഷെഹനാസിത്താനെ മാത്രമല്ല കേട്ടോ, എന്നെയും. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ.